കൊച്ചി തീരത്തിന് സമീപം കപ്പൽ മുങ്ങി എന്നുള്ള വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. നമുക്കതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. മാതൃഭൂമിയുടെ എഡിറ്റർ മനോജ് കെ ദാസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹം നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഒരു കപ്പൽ മുങ്ങുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആ കപ്പൽ മുങ്ങിയതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ കേരള തീരത്ത് മുങ്ങിയിരിക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം കേരളത്തിന് കൂടുതൽ ബാധിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും എന്തൊക്കെയായിരിക്കും? ഇതൊരു കാർഗോ ഷിപ്പാണ്. അതുകൊണ്ട് ഒരു ഓയിൽ ടാങ്കർ മുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നില്ല. ഈ ഷിപ്പിനുള്ളിലുള്ള ഓയിൽ ലീക്ക് വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന കോൺസിക്വൻസിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകമാകെ നമ്മൾ കണ്ടിരിക്കുന്ന വലിയൊരു എൻവയോൺമെൻ്റൽ കാറ്റസ്ട്രോഫ എന്ന് പറയുന്നത് ഓയിൽ ടാങ്കറുകൾ മുങ്ങുമ്പോഴാണ്. ഓയിൽ ടാങ്കർ വിഷ്ണുവിനറിയാം 3 ലക്ഷം 4 ലക്ഷം ടൺ ക്രൂഡ് ഓയിലുമായാണ് വരുന്നത്. അത് പലതരം പശിമയുള്ള ഓയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻവയോൺമെൻറ്റിനെ ആകെ പുതച്ചു മൂടി കിടക്കും. പക്ഷികൾക്ക് പറക്കാനാവില്ല, ചിറകൊട്ടിപ്പോൾ. കേരള തീരത്ത് അത്തരത്തിലൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അത് എംഫാറ്റിക്കായിട്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാവുന്നതാണ്. ഇവിടെ മുങ്ങിയിരിക്കുന്ന ഒരു കാർഗോ ഷിപ്പാണ്. നല്ല അത്യാവശ്യം ഒരു മിഡ് സൈസ് കാർഗോ ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 183 മീറ്ററാണ് അതിൻ്റെ നീളം. അപ്പം ഏകദേശം ഒരു 45,000-50,000 ടൺ കേവ് ഭാരം വരുന്ന ഒരു കാർഗോ ഷിപ്പാണ്. ഒടുവിൽ അവൈലബിൾ ആവുന്ന കണക്കനുസരിച്ച് അതിൽ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ആ കണ്ടെയ്നറിൽ 13 കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് സുപരിചിതമാണ് കാൽസ്യം കാർബൈഡ്. കാര്യം നമ്മുടെ പഴങ്ങൾ സൂക്ഷിക്കാനാണ്. പക്ഷേ ഇവിടെ ഉപയോഗം അതിനല്ല അത് കൊണ്ടുവന്ന് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. 12 ടണ്ണിൽ അവർ ഇപ്പോഴും എന്താണ് എന്ന് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഹസാഡസ് കാർഗോ എന്ന് മാത്രം പറയുന്നു. അല്ലെങ്കിൽ ഷിപ്പിംഗ് പാർലമെൻറ്റ് ഡേഞ്ചറസ് ഗുഡ് DG എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച 12 കണ്ടെയ്നറും 13 കണ്ടെയ്നർ കാൽസ്യം കാർബൈഡും മറ്റ് പല കാര്യങ്ങൾ, അതിപ്പം ബാറ്ററികൾ കാണാം, പെയിൻറ്റ് കാണാം, പല കാർഗോ കാണാം. അവ വെച്ച് കൂടിയാണ് ഇത് മുങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന്, ഈ കണ്ടെയ്നറിൽ നിന്ന് നമുക്ക് ഇന്നലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു വാർണിംഗ് ആദ്യമേ ഇഷ്യൂ ചെയ്തു. അതിൻ്റെ മുഖ്യ കാരണം ഈ കണ്ടെയ്നർ ഒഴുകി പക്ഷേ 48 മണിക്കൂറോ ഒക്കെ ഉള്ളിലായിരിക്കും കേരള തീരത്ത് എവിടെയെങ്കിലുമൊക്കെ അടിയാൻ സാധ്യത. അതായത് സർഫസിൽ കിടക്കുന്ന കണ്ടെയ്നറുകൾ. അപ്പോൾ അത് നമ്മൾ പോയിട്ട് ആരെങ്കിലും അറിയാതെ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ല അതിൻ്റെ പരിസരത്ത് പോയാൽ അതിൽ നിന്നുള്ള ലീക്ക് ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടായേക്കാവുന്ന ഒരു മനുഷ്യജീവൻ ഉണ്ടായേക്കാവുന്ന ഒരു പോസിബിൾ ഡേഞ്ചർ വെച്ചിട്ടാണ് അത് മുന്നോടിയായിട്ട് അവർ അത്തരത്തിലൊരു വാർണിംഗ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഭയക്കുന്നത് ഒരു വലിയ ഓയിൽ സ്ലിക്കിനല്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിൽ ഏതാണ്ട് 360 മെട്രിക് ടൺ ഫർണസ് ഓയിലുണ്ട് കപ്പലിൻ്റെ ആവശ്യത്തിനുള്ള. പിന്നെ കപ്പലിന് ഇന്ധനമായ ഏകദേശം 1000 ടൺ, 700 മുതൽ 1000 ടൺ വരെ കപ്പലിൻ്റെ ഇന്ധനമുണ്ട്. ഈ ഇന്ധനമാണ് ചോരുന്നത്. ഈ ഇന്ധനം ചോരുന്നത് കടലിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ വിചാരിച്ചാൽ 1000 ടൺ എന്ന് പറഞ്ഞാൽ ചെറിയതാണ്. പക്ഷെ അത് കേരളത്തിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ടും ഈ ഒരു മൺസൂൺ സീസൺ ആയതുകൊണ്ടും തിരയടിച്ചത് കേരള തീരത്ത് പല സ്ഥലത്ത് എത്താനുള്ള സാധ്യതയാണ് മുൻകൂട്ടി നമ്മൾ കാണുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ആദ്യ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു വലിയൊരു എൻവയോൺമെൻ്റൽ പ്രശ്നം കേരളം നേരിടുന്നില്ല. എങ്കിലും നമ്മൾ ഇനി വരുന്ന കുറച്ച് നാൾ കരുതിയിരിക്കേണ്ട സമയമാണ്. ഇതിനു മുമ്പും കപ്പൽ മുങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് 2021 ശ്രീലങ്കൻ തീരത്ത് ഒരു കപ്പലപകടം ഉണ്ടായി. 2017 ചെന്നൈ തീരത്തൊരു കപ്പലപകടം ഉണ്ടായി. അപ്പോൾ അത്രത്തോളം ഭീതിജനകമായ ഒരവസ്ഥയാണോ ഇപ്പോൾ കേരളത്തിലുള്ളത്? ഷിപ്പിങ്ങിൻ്റെ ലോകത്ത് ഇത്തരം ആക്സിഡൻറ്റുകളെ ഒരു ഗുഡ് ആക്സിഡൻ്റ് എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വിരോധാഭാസം എന്ന് നമ്മൾ വിചാരിക്കും. ഒരു ഗുഡ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവൻ പോലും നഷ്ടമായില്ല. കാർഗോ ഇൻഷുർഡാണ്. ആ കാർഗോ നഷ്ടമാകുന്നു, അതിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവിടെ ഒരു വലിയ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഏതൊരു അദൃശ്യ ശക്തി രക്ഷിച്ചു എന്ന് അതിനെ സ്റ്റഡി ചെയ്യുന്നവർ പറയും. അതൊരു 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞാണ് ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ അത് കൊച്ചി കപ്പൽ ചാനലിലായനെ. ഇത്തരത്തിലൊരു അപകടം കൊച്ചി കപ്പൽ ചാനലിൽ ഇത്രയും വലിയൊരു ഷിപ്പ് മുങ്ങുകയാണെങ്കിൽ കൊച്ചിയും വല്ലാർപാടവും കൊച്ചി പോർട്ടും വല്ലാർപാടവും ഒരു മിനിമം 6 മാസത്തേക്ക് 6 മാസമാണ് ഏർലിയർ സാൽവേജ് എന്ന് പറയുന്നത്.
മിനിമം 6 മാസം, ഒരു വർഷത്തിന് മുകളിൽ അടഞ്ഞുപോയേനെ. അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുക മാത്രമല്ല, ഇവിടെ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി എല്ലാം താറുമാറാക്കുന്ന രീതിയിലുള്ള വലിയൊരു അപകടമാണ്. അതുകൊണ്ട് തന്നെ ഒരു 6-7 മണിക്കൂർക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഇക്കണോമിക് കോൺസിക്വൻസസും തീരത്തിനോട് കൂടുതൽ ചേർന്നാണ് ഒരു എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് ഇതുമൂലം ഉണ്ടായത്. ഇതിപ്പം 38 നോട്ടിക്കൽ മൈൽ, ഏതാണ്ട് 74 കിലോമീറ്റർ അകലെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ ഷിപ്പിംഗ് ചാനലുകൾ സേഫാണ് ആസ് ഓഫ് നൗ. പിന്നെ ആ ഭാഗം എന്ന് വെച്ചാൽ വളരെ ആഴമുള്ള ഭാഗമാണ്. കേരളത്തിൻ്റെ പശ്ചിമ തീരം എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ആയിട്ട് വീഴുന്നതല്ല, ഗ്രാജുവലായിട്ട് ഇറങ്ങുന്ന ഒരു തീരമാണ് നമ്മുടെ. അതായത് കടലിൽ ഒരു 40-50 കിലോമീറ്റർ വരെയൊക്കെ നമ്മുടെ ഈ വെസ്റ്റേൺ കോസ്റ്റ് ഇറങ്ങി പോയിട്ടാണ് ആഴമുള്ള മേഖലയിലേക്ക് എത്തുന്നത്. മനസ്സിലാക്കുന്നത് ഇവിടെ ഏതാണ്ട് ഒരു 50 മീറ്ററിൽ ഏറെ ആഴമുണ്ട്. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കരയിലെ ദൂരം വെച്ച് 50 മീറ്റർ ചിന്തിക്കേണ്ട, കടലിൻ്റെ ആഴത്തിൽ 50 മീറ്റർ എന്ന് പറയുന്നത് വലിയൊരു ഡ്രാഫ്റ്റാണ്. അതായത് വലിയ കേവ് ഭാരമുള്ള ഒരു കപ്പൽ പോലും 18 മുതൽ 22 മീറ്റർ വരെ ഡ്രാഫ്റ്റ് മതി. അപ്പോൾ 50 മീറ്റർ താഴ്ചയിൽ ഇത് മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഉപരിതല കപ്പൽ ഗതാഗതത്തിന് തൽക്കാലം ഒരു ഭീഷണിയാവുന്നില്ല. വിഷ്ണു പറഞ്ഞ വളരെ ശരിയാണ്. കപ്പൽ ഛേദം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ റെയറാണ്. കാരണം കപ്പലുകളെല്ലാം ഡബിൾ ഹൾ ഷിപ്സ് ആക്കി. കാരണം പലയിടത്തും ടാങ്കർ ബസ്റ്റിൽ ഓയിൽ ലീക്കൊക്കെ വന്ന കാരണം ഇന്ന് ലോകത്തിൻ്റെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഉണ്ട്, അതൊരു UN ബോഡിയാണ്. അവർ ഡബിൾ ഹൾ ഷിപ്പിന് നിർബന്ധം ഇറക്കിയിരുന്നു 90കളുടെ തുടക്കം തൊട്ട്. അപ്പോൾ ലോകത്തിൽ ഒരുമാതിരി എല്ലാ ഷിപ്പും ഇന്ന് ഡബിൾ ഹള്ളാണ്, അത്ര പെട്ടെന്ന് ഒരു ഇതിൽ വരുന്നതല്ല. ഇതിവിടെ കാരണങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പല കാരണങ്ങളുണ്ടാകാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിന്. കാർഗോ കണ്ടെയ്നറുകൾ കടലിൽ പോകുന്നതും അത് ഒഴുകി നടക്കുന്നതും ഒരു പ്രശ്നമാണ്. എങ്കിലും അതൊരു കേരളത്തിലേക്കോ വിഴിഞ്ഞത്തേക്കോ വല്ലാർപാടത്തേക്കോ കൊച്ചിൻ പോർട്ടിലേക്കോ ഉള്ള കപ്പൽ ഗതാഗതത്തിന് അത് ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. കപ്പൽ ചെരിഞ്ഞ സമയത്ത് ഒരുപാട് കണ്ടെയ്നറുകൾ കടലിൽ വീണു, അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു. പക്ഷേ ഒരു സുതാര്യതയുടെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തില്ലേ? കാരണം എന്തായിരുന്നു അതിൻ്റെ അകത്തുണ്ട്? അപകടകരമായ വസ്തുക്കളുണ്ട് എന്നുള്ള വാർത്തകളാണ് ആദ്യം വന്നത്. കാൽസ്യം കാർബൈഡ് പോലെയുള്ള രാസവസ്തുക്കളുണ്ട്, പിന്നെ ഫർണസ് ഊരുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. നമുക്ക് ദീർഘമായ ഒരു തീരദേശമുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇത്തരം അപകടകരമായ വസ്തുക്കളുള്ള അപകടം ഉണ്ടാകുമ്പോൾ അപകടകരമായ വസ്തുക്കളുള്ളവ കടലിൽ വീഴുകയും അത് തീരദേശത്തെ ബാധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ജനത്തിന് അല്ലെങ്കിൽ ആ തീരദേശ ജനതയെ അറിയിക്കാനുള്ള ഒരു ബാധ്യത, അതിനൊരു സുതാര്യത ഈ ഒരു വിഷയത്തിൽ കുറവാണ്. ഇല്ല, ഒട്ടുമില്ല. അത് നമ്മുടെ ഒരു ഇപ്പോൾ കരയിൽ ഇപ്പോൾ ഒരു റോഡിലൊരു ടാങ്കർ മറിഞ്ഞാൽ ഉണ്ടാകുന്ന പോലെ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ട ആവശ്യമില്ല. അത് വിഷ്ണുവിൻ്റെ സംശയം ന്യായമാണ്, ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നൊരു സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ കുറച്ച് ഒരു 2 മിനിറ്റ് കൂടുതലെടുത്താലും ദൂരീകരിച്ച് പോകേണ്ട ഒരു സംശയം തന്നെയാണ്. നല്ല ചോദ്യം തന്നെയാണ്. കാരണം നമുക്ക് പെട്രോളിയം ടാങ്കറുകൾ മറിഞ്ഞും ഒക്കെ കേരളത്തിൽ പല സ്ഥലത്തും നമ്മൾ അപകടം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ഈ ഷിപ്പ് കേരളത്തിന് 74 കിലോമീറ്റർ അകലെ മറിഞ്ഞതിനെ മുങ്ങിയതിനെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ സുതാര്യത കുറവില്ല. കാരണം ഒരു കപ്പലിൽ കയറ്റുന്ന കണ്ടെയ്നറിൽ എന്താണ് എന്നുള്ളത് അത് ബുക്ക് ചെയ്ത് കയറ്റുന്ന ആൾക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. കപ്പൽ ഉടമയ്ക്ക് പോലും അല്ലെങ്കിൽ കപ്പലിൻ്റെ ക്യാപ്റ്റന് പോലും അത് അറിയണം നിർബന്ധമില്ല. അവർ ഇത്തരത്തിൽ പറഞ്ഞ ഡേഞ്ചറസ് ഗുഡ് എന്നുള്ള സ്റ്റിക്കർ പതിച്ച് അവർ ആ ഡേഞ്ചറസ് ഗുഡ്, അത് കെമിക്കലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതനുസരിച്ച് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയുന്നത് മിക്കവാറും കപ്പലിൻ്റെ മുൻഭാഗത്ത് മുകളിലായിട്ടായിരിക്കും അവർ അട്ടിയിട്ട് വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു തീപിടുത്തം ഉണ്ടായാലും ഒരു ഫയർ ഫൈറ്റിംഗ് ഉണ്ടായാലും ഒന്നുകിൽ അതിനെ കടലിൽ തള്ളിക്കളയാൻ എളുപ്പത്തിന്, അല്ലെ എത്രയും പെട്ടെന്ന് എൻജിൻ പുറകിലാണ്, വിഷ്ണുവിന് അറിയാവുന്ന പോലെ ബ്രിഡ്ജ് കപ്പലിൻ്റെ പുറകിലാണ്, ആ ബ്രിഡ്ജിൽ നിന്നാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡേഞ്ചറസ് ഗുഡ്സുള്ള കണ്ടെയ്നറുകൾ എപ്പോഴും കാർഗോ ഷിപ്പുകളുടെ മുൻഭാഗത്തായിട്ട് മുകളിലായിട്ടാണ് അട്ടിയിട്ട് വെക്കുന്നതായിട്ടാണ് ഒരു നോർമൽ പ്രാക്ടീസ് കണ്ടിരിക്കുന്നത്. 640 കണ്ടെയ്നറിൽ 13 കണ്ടെയ്നറിലെ കാൽസ്യം കാർബൈഡ് ഉള്ളൂ. കാൽസ്യം കാർബൈഡ് ഇനി അത് കടൽ വെള്ളവുമായി മിക്സ് ആയാലും അവിടെ ഉണ്ടാകാൻ പോകുന്നത് അസറ്റിലീൻ ഗ്യാസാണ്. അസറ്റിലീൻ ഗ്യാസ് വിഷ്ണുവിനറിയാം, നമ്മൾ വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഗ്യാസാണ്. പിന്നെ അത് ബൈ പ്രോഡക്ട്സ് ധാരാളമുണ്ട്, പക്ഷെ അത്ര ഹാംഫുൾ അല്ല. എങ്കിലും ആ ഒരു കണ്ടെയ്നർ ഒഴുകി കരയ്ക്ക് എത്തുകയാണെങ്കിൽ ആരെങ്കിലും പോയി ആ കണ്ടെയ്നർ, കാൽസ്യം കാർബൈഡ് കണ്ടെയ്നർ ആരെങ്കിലും കടൽ വെള്ളവുമായി റിയാക്ഷൻ ഉണ്ടായ ശേഷം തുറക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന അസറ്റിലീൻ ഗ്യാസ്
വലിയ ശ്വാസം മുട്ടലുണ്ടാക്കാനും അടുത്ത ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വളരെ റിമോട്ട് ചാൻസാണ്, ഒരു പക്ഷേ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വളരെ റിമോട്ട് ചാൻസാണ്. അതുകൊണ്ടാണ് ഇത്രയും കപ്പലിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാനായിട്ട് കേരള സർക്കാർ തയ്യാറായതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ സുതാര്യതയുടെ പ്രശ്നമല്ല. ഇവിടെ ഒരിക്കലും അത്രയും നമ്മൾ മനസ്സിലാക്കണം, ഒരു വർഷം നമ്മുടെ ലോകത്തെ ചരക്ക് നീക്കത്തിനിടയിൽ നഷ്ടപ്പെടുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം തന്നെ ഏതാണ്ട് 1,00,000-ൽ കൂടുതൽ വരുന്നുണ്ട്. അത്രയേറെ വോളിയമാണ് പോകുന്നത്. അപ്പോൾ ഓരോന്നിനും ഡിക്ലെയർ ചെയ്തിട്ട് കൊണ്ടുപോവുക, അങ്ങനെ ഒരു രീതി കപ്പൽ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് അതിലില്ല. അതുകൊണ്ട് തന്നെ സുതാര്യതയുടെ വിഷയമല്ല. ഇവിടെ വിഷ്ണു ചോദിച്ചാൽ ഒരു പ്രസക്തമായ ഒരു പോയിന്റ് പറയാനുണ്ട്. അതായത് ഒരു പക്ഷേ ഇവിടെ ഓവർലോഡ് ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഈ കപ്പലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ ടിൽറ്റായി, കാരണം ഒരു കപ്പലിൻ്റെ ഘടന അനുസരിച്ച്, ഷിപ്പ് ഡിസൈൻ അനുസരിച്ച് ഏതാണ്ട് 20 ഡിഗ്രി വരെ ചരിഞ്ഞാലും അതിൻ്റെ ബാലൻസ് തിരികെ വരും. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതാണ് നമ്മൾ കീലിടുക എന്ന് പറയുമല്ലോ. കപ്പൽ നിർമ്മാണത്തിന് ആദ്യഘട്ടം കപ്പലിനെ കീലിടുക എന്നുള്ളതാണ്. ആ കീൽ ആണ് കപ്പലിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ വേണ്ട 20 ഡിഗ്രി 22 ഡിഗ്രി വരെയൊക്കെ ചരിഞ്ഞാൽ പോലും, വലിയ കടൽ ക്ഷോഭമുള്ളപ്പോൾ പോകുന്ന കപ്പലുകളുടെ വീഡിയോ കണ്ടാൽ അറിയാം, അങ്ങേയറ്റം അത് പോർട്ട് സൈഡിലേക്ക്, അതിൻ്റെ കപ്പലിൻ്റെ ഇടതുഭാഗത്തിന് പോർട്ട് സൈഡ് എന്ന് പറയുന്നത്, വലതുഭാഗം സ്റ്റാർ ബോർഡ് എന്ന് പറയും, രണ്ട് വശത്തേക്കും കപ്പൽ ടിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബാലൻസ് വളരെ പെട്ടെന്ന് റീഗെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഷിപ്പ് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഷിപ്പ് ഡിസൈനിൽ നിന്ന് വ്യത്യാസം വരുന്നത് 2-3 കാരണങ്ങളാണ്. ഒന്ന്, കണ്ടെയ്നർ അടുക്കുന്നതിൻ്റെ ഹൈറ്റ് കൂടുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ലോറി പോകുമ്പം അതിന് മുകളിൽ വലിയ തടിക്കഷ്ണങ്ങൾ പൊക്കത്തിൽ വെച്ചാൽ അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ബാലൻസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളവ് തിരിയുമ്പോൾ നഷ്ടപ്പെടുന്ന പോലെ ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടെയ്നർ പൊക്കത്തിൽ അടുക്കിയിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു സംശയം മുന്നോട്ട് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പക്ഷേ കപ്പലിനുള്ളിൽ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോകാനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും? കപ്പലിൻ്റെ അകത്ത് വെള്ളം കയറിയതാണോ, അതോ കണ്ടെയ്നറിന് ഓവർലോഡ് ആയതാണോ? എന്താണ് അതിൻ്റെ ഒരു? കൂടുതൽ കണ്ടെയ്നറുകൾ കൂടുതൽ ഉയരത്തിൽ വെക്കുമ്പോൾ പോലുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു സാധ്യത വാട്ടർ ഇൻഗ്രസ്, അതായത് കപ്പലിൻ്റെ ഈ വലതുഭാഗത്ത് സ്റ്റാർബോർഡ് സൈഡിൽ വെള്ളം കയറാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. അത് പല രീതിയിൽ വരാം. കപ്പലിന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായതുകൊണ്ട് വെള്ളമുള്ളിലേക്ക് കയറാം. 2, കടൽ വെള്ളം വലിച്ചെടുത്തുകൊണ്ടാണ് കപ്പൽ പോകുന്നത്. കാരണം കപ്പലിൻ്റെ കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് കടൽ വെള്ളം ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ കപ്പലിലെ ഫയർ ഫൈറ്റിംഗ് മെക്കാനിസം നടക്കുന്നത് കടൽ വെള്ളമാണ് പമ്പ് ചെയ്ത് കയറ്റുന്നത്. ആ അത്തരത്തിലൊരു പമ്പിന്, ഒരു ഫോൾട്ടി പമ്പിന് വന്ന ഒരു കേടായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോർ, ഒരു ഹാച്ച് അത് അടഞ്ഞത് ഈ ചെറിയൊരു ചോപ്പിന്, ഇതിലും വലിയ കടൽക്ഷോഭം നേരിടാൻ പ്രാപ്തമാണ് ഈ ഇത്തരം കപ്പലുകൾ. നല്ല വലിയൊരു കമ്പനിയാണ്, ഇറ്റാലിയൻ കമ്പനിയാണ്, ലൈബീരിയൻ ഫ്ലാഗാണ് ഈ ഷിപ്പിൻ്റെ. അപ്പം ഇതിനെ നേരിടാൻ തയ്യാറുള്ള വടിക്കോൾ, അതിൻ്റെ ഒരു എക്യുപ്ഡാണ് ആ കപ്പൽ. അപ്പോൾ വാട്ടർ ഇൻഗ്രസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധ്യതകൾ ഈ 2 പോയിൻ്റാണ്. പക്ഷെ അതിലുപരിയായിട്ട് വളരെ പ്രാഥമികമായി വിദഗ്ധർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ പൊക്കം കൂടിയ രീതിയിൽ കണ്ടെയ്നർ അടുക്കിയതും, ഒരു പക്ഷേ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചി വരെയുള്ള ദൂരം ഇവിടെ ഇറക്കേണ്ടതായിരിക്കാം. എന്നത് നമ്മുടെ ഒരു നാടൻ ചിന്തയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്, ഒരു ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു കാര്യമല്ല. പക്ഷേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോകാനുള്ള ഒരു ഇത്രയും വലിയൊരു കപ്പലിൽ പോകണമെങ്കിൽ ഉറപ്പായിട്ടും കണ്ടെയ്നറുകൾ കപ്പലിൻ്റെ COGക്ക് മുകളിലായി അടുക്കിയത് കൊണ്ടാണ് പോവുക. രണ്ടാമത്തെയാണ് ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഈ വാട്ടർ ഇൻഗ്രസിൻ്റെ പോസിബിലിറ്റി. പക്ഷേ ചെറിയൊരു ക്വാണ്ടിറ്റി വെള്ളം കയറിയതുകൊണ്ട് ആ ഒരു ചേംബർ അടച്ചാൽ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി പോവില്ല. നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഗഷ് ചെയ്ത് അകത്തേക്ക് കയറുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ടിൽറ്റ് സംഭവിക്കാനും. കാര്യം ഈ 24 ഡിഗ്രി ചരിയുക ആദ്യത്തെ നമ്മൾ ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ, ഇന്നലെ ഉച്ചയ്ക്ക് വരുമ്പോൾ എന്ന് പറയുന്ന ഒരു കപ്പലിനെ സംബന്ധിച്ച് വലിയൊരു ടിൽറ്റാണ്, റീഗെയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനുപരിയായിട്ട് വന്നേക്കാവുന്ന ഒരു സാധ്യത ഇതാണ്. ഒരുപക്ഷെ ആ രീതിയിൽ നിൽക്കുന്ന കപ്പലിൻ്റെ കാർഗോ ഡോറുകൾക്ക് ഉണ്ടായ ബലക്ഷയം മൂലം കൂടുതൽ വെള്ളം അകത്തേക്ക് കയറാം. അങ്ങനെ ഒരു കോമ്പൗണ്ട് കാരണങ്ങൾ കൊണ്ടാവാം ഒരു പക്ഷേ അത് പിന്നീട് റിക്കവർ ചെയ്യാതെ ഇരുന്നത്. കപ്പലുകൾക്ക് ഒരു ആംഗിൾ ഓഫ് ലോൾ എന്ന് പറയും, LOLL ലോൾ എന്ന് പറയുന്ന ഒരിതുണ്ട്. അതായത് ഒരു പോയിന്റ് വരെ എത്ര ചരിഞ്ഞാലും ആ കപ്പലിന് അതിൻ്റെ ബാലൻസിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ആംഗിൾ ഓഫ് ലോൾ കഴിഞ്ഞു പോകുമ്പോഴാണ് അത് ആ വശത്തേക്ക് ചരിഞ്ഞു പോകുന്നത്. അപ്പം ഇവിടെ ആ ആംഗിൾ ഓഫ് ലോൾ കഴിഞ്ഞും കപ്പൽ വീണ്ടും വലതുഭാഗത്തേക്ക് ചരിഞ്ഞു എന്ന് പറയുമ്പോൾ
ആ ആ ഭാഗത്ത് ഈ അപകടത്തെ തുടർന്ന് കൂടുതൽ വെള്ളം ആ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവാം എന്നാണ് പ്രാഥമികമായി നമ്മൾ അനുമാനിക്കേണ്ടത്. താങ്കളിപ്പം പറഞ്ഞല്ലോ കപ്പലൊരു 24 ഡിഗ്രിയിൽ കൂടുതൽ ചരിഞ്ഞു പോയി, അതുകൊണ്ടാണ് നമുക്കതിനെ തിരികെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ വന്നത്. ഈ ചരിവ് അധികം ഉണ്ടായിരുന്നില്ല എങ്കിൽ മുമ്പ് പറഞ്ഞതുപോലുള്ള രക്ഷാപ്രവർത്തനത്തിൽ കൂടി വളരെ പെട്ടെന്ന് കപ്പലിനെ തിരികെ നേരെയാക്കാൻ പറ്റുമായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാര്യം ഇന്നലെ നമ്മൾ രാത്രി എന്ന് പറഞ്ഞപ്പോൾ ഈ വെളുപ്പിന് പോലും നമ്മൾ നമ്മുടെ പത്രം ഇറക്കുന്ന സമയത്ത് 24 ഡിഗ്രി ചരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ കമ്പനി സാൽവേജ് ഓപ്പറേഷൻസിന് സ്പെഷ്യലൈസ് ചെയ്ത ടീമുകളുണ്ട്. ലോകമാകമാനം പോർട്ട് സിറ്റികളുണ്ട്. ഇന്ത്യയിൽ ബോംബെ ബേസ്ഡ് ആയിട്ടുണ്ട്. അവരെ അറിയിക്കുക, അവർ പുറപ്പെടുകയും ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഇന്ന് നേരം വെളുത്ത്, അതായത് ഏകദേശം ഒരു 7 മണി 8 മണി ആയപ്പോഴത്തേക്ക് 28 ഡിഗ്രിയിലേക്ക് ചരിഞ്ഞു. അതിൽ കൂടുതൽ അതൊരു അപകടകരമായ അവസ്ഥയാണ്. പിന്നെ അതിനൊരു റിക്കവറി സാധ്യമല്ല. ഇന്നലത്തെ സ്ഥിതിയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ സാൽവേജ് ടീം വരികയും കപ്പലിൻ്റെ ഇടതുഭാഗത്തെ ബല്ലാസ്റ്റ് ചേംബറുകളിൽ വെള്ളം നിറച്ച് അതിൻ്റെ ബാലൻസ് തിരികെ കൊണ്ടുവരികയും അതിൻ്റെ പിന്നിൽ കൂടുതൽ ഭാരം കൊടുത്ത് ആ പ്രൊപ്പല്ലറിനെ താഴ്ത്തിക്കൊണ്ട് ചെറിയ ഒരു അതിനെ ഒന്ന് മൂവ് ചെയ്യാവുന്ന രീതിയിലാക്കുകയായിരുന്നു ഇന്നലെ രാത്രി നീണ്ട ചർച്ചകൾക്ക് ശേഷം ഒരു സൊല്യൂഷനായിട്ട് കണ്ടിരുന്നത്. പക്ഷേ രാവിലത്തെ ഒരുപക്ഷെ വളരെ മോശം കാലാവസ്ഥയാണ് അവിടെ. കാലാവസ്ഥയും കാറ്റുമുണ്ട്. നമുക്കറിയാം ഇന്ന് കേരള തീരത്ത് മുഴുവൻ ശക്തമായ കാറ്റുണ്ട്. അപ്പോൾ ഉൾക്കടലിലെ കാറ്റിൻ്റെ ശക്തി അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാവാം അത് കൂടുതൽ ചരിയുകയും ബാക്കി ക്യാപ്റ്റനും 2 എഞ്ചിനീയേഴ്സും ആ കപ്പലിൽ നിന്നിരുന്നു. കാരണം ഈ സാൽവേജ് ഓപ്പറേഷന് വേണ്ടിയിട്ട് അവർ ആ കപ്പലിൽ ഉണ്ടാവേണ്ടത് ആവശ്യമായതുകൊണ്ട് അവരെയും കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവിയുടെ സുജാത എന്ന് പറഞ്ഞ ഓഫ് ഷോർ പെട്രോൾ വെസൽ അവരെയും രക്ഷിച്ചു. പിന്നെ ഒരു ഇന്നവിറ്റബിൾ ഫെയ്റ്റ് ആണെന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീടുള്ള ഓപ്പറേഷനിലേക്ക് നീങ്ങിയത്. വിഴിഞ്ഞം ഒരു വലിയ തുറമുഖമായിട്ട്, അന്താരാഷ്ട്ര തുറമുഖമായിട്ട് വികസിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചരക്ക് നീക്കങ്ങളൊക്കെ കൂടുതൽ ഇനി വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് നടക്കും എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഇതുപോലെ ഒരുപാട് വലിയ ചരക്ക് കപ്പലുകൾ, ഭീമൻ ചരക്ക് കപ്പലുകളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളിനി ഇത്തരം അപകടങ്ങളെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ടോ, അതോ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം റോഡ് ആക്സിഡൻറ്റ് പോലെ തന്നെ കാർഗോ ഷിപ്പ് ആക്സിഡൻറ്റ്സ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു കാരണമാണ്. പല കാരണം. പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെ സേഫാണ് ഇന്നത്തെ കപ്പലുകൾ. കാരണം ഒരുപക്ഷെ ഒരു പോയിൻ്റൂടെ പറയേണ്ടത്, ഇവിടെ ഈ വെള്ളം കയറിയിരുന്നെങ്കിൽ അത് അലാം അടിക്കുന്ന രീതിയിലുള്ള സിസ്റ്റം വരെ ഇന്നത്തെ കപ്പലുകളിലുണ്ട്. ഒരു വശത്തേക്ക് കൂടുതലായിട്ട് കപ്പൽ ചരിയുന്നു, അല്ലെങ്കിൽ ഒരു വശത്ത് വെള്ളം കയറുന്നു, ഒരു ചേംബറിൽ വെള്ളം കയറുന്നു എന്ന് കണ്ടാൽ അത് ഷട്ട് ഡൗൺ ചെയ്യാനും അതിൻ്റെ ബാലൻസ് നിലനിർത്താനും 3-4 ചേംബറിൽ കുറച്ച് വെള്ളം കയറിയാലും ഓടിച്ചു പോകാനുള്ള ടെക്നിക്കൽ എക്സലൻസ് ഇന്നത്തെ ഷിപ്പിംഗ് ഡിസൈനിലുണ്ട്. നമ്മൾ ഇത്തരം അപകടങ്ങളെ മുൻകൂട്ടി കാണുകയും കരുതിയിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മദർഷിപ്പുകളാണ് വിഴിഞ്ഞത്ത് വരുന്നത്. അത് നമ്മുടെ ഇവിടെ എൽസ 3യെ സംബന്ധിച്ച് എൽസ 3യുടെ ഒരു 10-12 ഇരട്ടി വലിപ്പമുള്ളതാണ് മദർഷിപ്പുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിപ്പ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിൽ കാണേണ്ടതുണ്ട്. ഇവിടെ കേരള തീരം വളരെ പ്രിപ്പയർഡാണ്. ഉദാഹരണത്തിന് കോസ്റ്റ് ഗാർഡിൻ്റെ വളരെ ശ്ലാഘനീയമായ ഇടപെടലാണ് ഇവിടെ നടത്തിയത്. കാരണം ഈ കപ്പൽ മുങ്ങിത്തുടങ്ങിയെന്ന് കണ്ടപ്പോഴും അതിൽ ഹസാഡസ് കാർഗോ ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും കോസ്റ്റ് ഗാർഡിൻ്റെ രണ്ടാമത് പോയ കപ്പൽ, കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സക്ഷം എന്ന് പറഞ്ഞ കപ്പൽ, അത് ഒരു പൊല്യൂഷൻ റെസ്പോൺസ് എക്യുപ്മെൻറ്റുമായാണ് പോയത്. ഇന്ന് വീണ്ടും ഒരു കപ്പലൂടെ പുറപ്പെടാൻ ഇപ്പോൾ തയ്യാറാകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സമർത്ഥ്, അതിലും പൊല്യൂഷൻ റെസ്പോൺസ് എക്യുപ്മെൻ്റ് ഉണ്ട്. അത്ര എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് തീരത്തേക്ക് എണ്ണ ഒഴുകി എത്താതിരിക്കാനുള്ള ഫ്ലോട്ടേഴ്സ് വെച്ച് ആ എണ്ണയെ ആ കടലിൽ തന്നെ തടഞ്ഞു നിർത്തുക, ചില പ്രത്യേക കെമിക്കൽ കൂട്ടുകൾ ഉപയോഗിച്ച് ആ എണ്ണ കോരിയെടുക്കാവുന്ന രീതിയിൽ. വിഷുവിനറിയാം, പെട്ടെന്ന് പോയിട്ട് നമ്മൾ ചെളി വരുന്ന പോലെ എണ്ണ വാരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ചില പ്രത്യേക മിശ്രിതമുണ്ട്. അത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ എണ്ണ അവിടെ തന്നെ കുറച്ചുകൂടി ഒന്ന് സോളിഡിഫൈഡ്, ഒരു പേസ്റ്റ് രൂപത്തിലാവും. അപ്പോൾ അതിനെ അവിടെ നിന്ന് കോരിയെടുത്ത് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ കൂടാതെ ഒരു പോസിബിൾ ഫയർ വന്നാൽ അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ് ഇത്തരം കപ്പലുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ പൊല്യൂഷൻ റെസ്പോൺസ് എക്യുപ്മെൻറ്റുമായി ഒരു ഷിപ്പ് ഓൾറെഡി പോയി. അപ്പം അതിൻ്റെ ഒരു ഏറ്റവും ഇവൻച്വാലിറ്റി എന്താണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് കോസ്റ്റ് ഗാർഡ് അവിടെ പ്രതികരിച്ചു, ഈ വിഷയത്തോട് പ്രതികരിച്ചു. 2 ഡോർണിയറും ഹെലികോപ്റ്ററുകളും എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് ഇത്തരമൊരു അപകടം ഇനിയും ഉണ്ടായേക്കാം. പക്ഷേ അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറെടുപ്പുകൾ കോസ്റ്റ് ഗാർഡും നേവിയും മുഴുവനായി തന്നെ തയ്യാറെടുത്തിട്ടുണ്ട്. ഒരു പോയിൻ്റൂടെ പറയാനുള്ള, ഇൻ കേസ് ഈ കപ്പൽ അല്ലെങ്കിൽ ഇതിലെ കണ്ടെയ്നറുകൾ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ
കേരള തീരത്തെ കൂടുതലടുക്കുകയും ഷിപ്പിങ്ങിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ വന്നെങ്കിൽ അത് പിടിച്ചു നിർത്താനായിട്ട് പോർട്ട് ഒരു ബാർജ് ഇന്നലെ രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു. കാരണം ഒരു ബാർജിന് പെട്ടെന്ന് പോയി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു മേഖലയിലല്ല കപ്പൽ മുങ്ങിയത്. എങ്കിൽ പോലും ആ ഒരു റെഡിനെസ് പോലും നിന്നു. കാരണം അത് ഒരു രീതിയിലും കേരള തീരത്തെ അഫക്റ്റ് ചെയ്യരുതെന്നും കേരള തീരത്തോടുള്ള ഷിപ്പിംഗ് അഫക്റ്റ് ചെയ്യരുതെന്നും ഉള്ള നിശ്ചയദാർഢ്യം. അതുകൊണ്ട് തന്നെയാണ് പോർട്ട് ട്രസ്റ്റ് രാത്രി തന്നെ ഒരു ബാർജിനെയും അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. അപ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർഡാണ്. ഒരു ഹെവി ഓയിൽ സ്ലിക്ക് പോലുള്ള കാരണങ്ങൾ ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ കൂടുതൽ വെളിയിൽ നിന്നുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ച് വരേണ്ടി വരുള്ളൂ. അപ്പം ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ വരുന്ന പോലെയുള്ള മുൻകൂട്ടി തയ്യാറെടുപ്പുകളുണ്ട്. നമ്മുടെ ഡ്രില്ല് റെഡിയാണ്, പ്രോട്ടോകോൾ റെഡിയാണ്. ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത്ര അപകടങ്ങൾ കൊച്ചി തീരത്ത് ഒരു കപ്പൽ മുങ്ങി. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു അത്. വിഷ്ണു, ആശങ്കയില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പുറപ്പെടുവിച്ച വാർണിംഗ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ, കടലിൽ വീണ കണ്ടെയ്നറുകൾ എങ്ങോട്ടാണ് ഒഴുകിയെത്തുക എന്ന് പറയാനാവില്ല. അത് കൂടുതലും കേരള തീരത്തേക്കാണ് സാധ്യത കൂടുതൽ. ചിലപ്പോൾ പുറംകടലിലേക്ക് ഒഴുകി പോയേക്കാം. എങ്കിലും കേരള തീരത്ത് അടിയാൻ സാധ്യതയുള്ള കണ്ടെയ്നറുകൾ എവിടെ അടിഞ്ഞാലും അത് അപ്പോൾ തന്നെ കൺട്രോൾ റൂം, പോലീസ് കൺട്രോൾ റൂമിലോ ഇന്നലെ അവർ പറഞ്ഞ 112 അറിയിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം. അതിനടുത്ത് പോകാതിരിക്കുക. കാരണം അത് കാർഗോയുടെ സ്വഭാവം നമുക്കറിയില്ല. ഈ പറഞ്ഞ കാൽസ്യം കാർബൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ നമുക്കറിയില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളാണെങ്കിലും പുറംകടലിൽ ഇത്തരം ഒരു കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത് കാണുകയാണെങ്കിൽ ഉടനെ വിവരം അറിയിക്കുകയാണ് കേരള തീരത്തുള്ളവർ കാണിക്കേണ്ട പ്രാഥമികമായ ജാഗ്രത. ഇപ്പം ഇതിനെ തുടർന്നിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാരിടൈം അസോസിയേഷൻ ഓൾറെഡി ഇതുവഴി പോകുന്ന എല്ലാ കപ്പലുകൾക്കും ഒരു നോട്ടീസ് അയക്കും. അതായത് ഇവിടെ ഇങ്ങനെ ഒരു കപ്പൽ ഛേദം ഉണ്ടായിട്ടുണ്ടെന്നും ഈ കണ്ടെയ്നർ ഒഴുകി നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അവർ കൊടുക്കും. ഒരിക്കലും ഒരു കണ്ടെയ്നർ വന്ന് ഇടിച്ചുകൊണ്ട് ഒരു കപ്പലിന് പെട്ടെന്നൊന്നും വരില്ല. കാരണം കപ്പൽ പോകുമ്പോൾ തന്നെ ധാരാളം വെള്ളം ഡിസ്പ്ലേ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടെയ്നർ മുന്നിൽ ഒഴുക്കിൽ വന്നാലും അത് തള്ളി മാറിപ്പോവുകയാണ് സാധാരണഗതിയിൽ. എങ്കിലും നാവികർ ജാഗ്രത പാലിക്കണമെന്നുള്ള രീതിയിൽ മാരിടൈം ഓർഗനൈസേഷൻ ഒരു നോട്ടീസ് ടു മാരിടൈം കമ്പനീസ് പോയിട്ടുണ്ട്, ബൈനോ പോയിട്ടുണ്ടാവും. ഈ കപ്പൽ മുങ്ങിയ സ്ഥലം അവരുടെ ചാർട്ടിൽ അടയാളപ്പെടുത്തും. കാരണം ആരും അതിന് മുകളിൽ വന്ന് ആങ്കർ ഇടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അടയാളപ്പെടുത്തും. അപ്പം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു നമ്മുടെ കപ്പൽ ഛേദം. അപ്പോൾ ആശങ്കയില്ലാതെ നീങ്ങി എന്ന് പറയുമ്പോഴും കേരള തീരം ജാഗ്രത വിടാൻ പാടില്ല ഇനി വരുന്ന കുറേയേറെ ദിവസങ്ങളിലേക്ക്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.